ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൊറോണ കാലഘട്ടമൊക്കെയാണല്ലോ, അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, പുതിന, ഇഞ്ചി, ചെറുനാരങ്ങ, ഏലക്കയൊക്കെയാണുള്ളത്. ആദ്യം ഇട്ട് കൊടുക്കുന്നത് പുതിനയാണ്. പുതിനയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ദഹനത്തിന് ഏറ്റവും നല്ലൊരു സംഭവം കൂടിയാണ്. അപ്പോൾ മിൻറ്റ് ലൈമൊക്കെ നമ്മൾ കുടിക്കൂലേ, മിൻറ്റ് ടീ ഒക്കെ കുടിക്കും നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ദഹനത്തിന് ഏറ്റവും നന്നായി സഹായിക്കുന്നതാണ് പുതിനയില. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഞാൻ രണ്ട് വലിയ ഗ്ലാസ് ജ്യൂസാണ് എടുക്കുന്നത്. ഇഞ്ചി നമുക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. 2 ഗ്ലാസ് ജ്യൂസിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഏലക്കായയാണ്. ഞാൻ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. 2 ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക്, ബ്രീത്ത് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ്. BP കുറയാനൊക്കെ നല്ലതാണ് ഏലക്കായ. അതുപോലെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും നല്ലതാണ്. പിന്നെ ചേർക്കുന്നത് ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതിയേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ 4 പീസാക്കിയിട്ടുണ്ട്. ചെറുനാരങ്ങ നമുക്ക് അറിയാലോ, വളരെ നല്ലൊരു ഇതാണ്. ആസ്മയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് ഇടുന്നത്. കാരണം നമ്മൾ ജ്യൂസ് അടിച്ച ഉടനെ തന്നെ കുടിക്കണം, ഫ്രഷായിട്ട്. അപ്പോൾ തൊലിയോട് കൂടി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറേ സമയം കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര വേണ്ട, ഉപ്പാണ് വേണ്ടത് എന്നുള്ളവർക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ല ടേസ്റ്റി തന്നെയാണ്, ഹെൽത്തി ആയിരിക്കും ഉപ്പാവുമ്പോൾ. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിക്കുക. പിന്നെ നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് അത് ഒഴിച്ചാൽ മതി. മിക്സിയുടെ ജാർ അടിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇഞ്ചി, ഏലക്ക എല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ച് മാറ്റുക. കണ്ടോ, പുതിനയും ഇഞ്ചിയൊക്കെ നന്നായി അരഞ്ഞു പോയിട്ടുണ്ട്. ആ ചെറുനാരങ്ങയുടെ തൊലി മാത്രമേ അതിൽ ബാക്കിയുള്ളൂ, അരയാത്തതായിട്ട്. പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലൊരു ഡ്രിങ്കാണിത്. ഒരു ദിവസം 1 ഗ്ലാസ്സെങ്കിലും കുടിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വയറിന് നല്ലൊരു സുഖമാണ് ഇത് കഴിച്ചാൽ. അടിച്ച ഉടനെ തന്നെ കുടിക്കണം. ജ്യൂസ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലോ അങ്ങനെ സൂക്ഷിക്കുകയൊന്നും ചെയ്യരുത്. ഉണ്ടാക്കുക, ഉടനെ തന്നെ കുടിക്കുക. എല്ലാവർക്കും ഈ ഡ്രിങ്ക് ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്